കണ്ണൂരിലെ പി ജയരാജൻ്റെ കുട്ടി സഹാക്കളെല്ലാം കൂടി പി ജെ ആർമി തുടങ്ങി. പി ജെ ആർമി വലിയ വിവാദമായി തർക്കമായപ്പോൾ ആ പി ജെ ആർമി അത് നിർത്തി. അതിനുശേഷം പോരാളി ഷാജി എന്ന് പറഞ്ഞ് ഒരു വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി പോരാളി ഷാജി എന്ന് പറഞ്ഞൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങി. അതിൽ വലിയ തോതിലാണ് ആദ്യം എതിരാളികളെല്ലാം പറഞ്ഞ് ഭയങ്കര റീച്ചും ലൈക്കും ലക്ഷങ്ങളാണ് കാണുന്നത് ഫേസ്ബുക്ക് പേജ്. അങ്ങനെ അത് CPM തന്നെ അത് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു, അതിൻ്റെ അവരുടെ സൈബർ സഹാക്കൾ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോരാളി ഷാജി ആരോ ഹൈജാക്ക് ചെയ്തു. പിന്നെ CPMനെതിരായി വാർത്തകൾ വന്നു. അവസാനം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും MA ജയരാജനും P ജയരാജനും എല്ലാം EP ജയരാജനും എല്ലാം ഇതിനെ തള്ളിപ്പറഞ്ഞു. അന്വേഷണമായി വലിയ വിവാദമായി പോരാളി ഷാജി. പിന്നെ അതിനുശേഷം ഒരുപാട് സൈബർ ഇടങ്ങളിൽ ഒരുപാട് ഫേക്ക് ഐഡികളും ശരിയായ ഐഡികളും വന്നു. പോരാളി ഷാജിയുടെ തന്ത അതൊരെണ്ണം വന്നു. പോരാളി വാസു കോൺഗ്രസ്സുകാർ തുടങ്ങി. അങ്ങനെ പിന്നെ ചെമ്പട, വലിയ പട, നീലപ്പട, അങ്ങനെ ഒരു ബഹളമായി. ഇപ്പം ഇതാ പുതിയൊരു ചെമ്പട വന്നിരിക്കുന്നു, ആറന്മുള ചെമ്പട. ആറന്മുള ചെമ്പടയുടെ തോന്നലെന്ന് വെച്ചാൽ, തീർത്തലെന്ന് വെച്ചാൽ വീണ ജോർജിന് പണി കൊടുക്കണം. അത് പത്മകുമാറിനെ നേരത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിലേക്ക് പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ എടുത്തില്ല. അതിന് പകരം വീണ ജോർജിനെ ക്ഷണിതാവാക്കി. അപ്പോഴേ പത്മകുമാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു, പത്രങ്ങളിലൊക്കെ പറഞ്ഞു, വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ പത്മകുമാറിൻ്റെ പ്രതിഷേധം വന്നു. അതിനെ തുടർന്ന് ആറന്മുള ഭാഗത്തുള്ള ഒരുപാട് സഹാക്കൾ തുടങ്ങി, ആറന്മുള ചെമ്പട തുടങ്ങി. അതുവഴി ഇപ്പോൾ അടി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ വീണ ജോർജിനെതിരെ അപകീർത്തിപരമായ പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ള പരിപാടിയൊക്കെ വന്നെങ്കിലും അത് മുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇത് പിന്നെ പത്മകുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നടപടി വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് മുങ്ങി. ഇപ്പോഴിതാ വീണ ജോർജ് ഒരു കാരണവശാലും മത്സരിക്കരുത് എന്നുള്ള നിലയിൽ വീണ ജോർജിൻ്റെ കുഴപ്പങ്ങളും കുറവുകളും എല്ലാം ഏറ്റവും കൂടുതൽ പിന്നെ അടിക്കുന്നത് എവിടെയാണ്? നമ്മൾ ആറന്മുള ചെമ്പട എന്ന സൈബർ പോരാളികളുടെ സൈബർ ഇടത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെ സൈബർ പോരാളികൾ ഇങ്ങനെ വലിയ തോതിൽ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വീണ ജോർജ് നൂല് വഴി ഇറങ്ങിയതാണെന്നും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായി വന്നതാണെന്നും രണ്ടാം പ്രാവശ്യം ജയിച്ചെന്നും അവർ ഇങ്ങനെ ചുമ്മാ സ്തുതി പാടിക്കൊണ്ട് പിണറായി വിജയൻ്റെ സ്തുതി പാടി ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്, അങ്ങനെ കപ്പൽ മുങ്ങൂല്ല സാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്തുതി പാടി നടക്കുന്നതല്ലാതെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിന് സമരമൊക്കെ 170 ദിവസം കടന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല. അങ്കണവാടികളുടെ വിഷയങ്ങൾ വേറെ വലിയ വിഷയമായി കിടക്കുന്നു. ഹോസ്പിറ്റലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നു, ഉപകരണങ്ങളില്ല. വളരെ വലിയ തോതിലാണ് പിന്നെ ഭരണ പരാജയമുള്ളത്. സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല സാർ എന്നാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത്. ഞാനെന്ത് ചെയ്യാൻ, എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന് മന്ത്രി തന്നെ വന്ന് പറയുകയാണ്. സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ആരോട് എന്താ പറയാനേ? എന്തായാലും മന്ത്രിയെ മാറ്റിയേ അടങ്ങൂ എന്നുള്ള നിലയിൽ ചെമ്പട സഹാക്കൾ, അതായത് ആറന്മുള ചെമ്പട രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അകത്തുനിന്ന് തന്നെ പോരാട്ടം നടക്കാറുണ്ട്. പണ്ടൊരു പഴമയുണ്ട്, ഏത് കുടുംബം തകരുന്നതും കുടുംബത്തിനകത്തിലെ അംഗങ്ങൾ അടികൂടിയിട്ടാണ്, ഏതൊരു പാർട്ടി ഇല്ലാതാകുന്നതും അകത്തുള്ളവർ അടികൂടിയിട്ടാണ്. പുറത്തുള്ള ശത്രുവിനേക്കാൾ വലിയ ശത്രുക്കൾ അകത്തുണ്ടായിരിക്കും. ആ ശത്രുക്കളാണ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത്. എന്തായാലും വലിയ അടിയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും വീണ ജോർജിൻ്റെ കാര്യം ജഗപ്പുകയാകുമോ? പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ കാലത്തോളം ഒരു സപ്പോർട്ടൊക്കെ കിട്ടുമെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗൗരിയമ്മ എടുത്ത് തറ്റുടുത്തു, MV രാഘവനെ എടുത്തു കളഞ്ഞു. അങ്ങനെ എത്ര വലിയ പിന്നെ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്തല്ലോ. അദ്ദേഹത്തിന് രണ്ടാമത് മുഖ്യമന്ത്രി ആക്കിയില്ല. പിന്നെ ഭരണപരിഷ്കാര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഞങ്ങൾ ക്യാപ്സൂൾ പാർട്ടിയല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെമ്പട സഹാക്കളെ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എന്തായാലും വീണ ജോർജിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് തോന്നുന്നത്. ആറന്മുളയിൽ നിന്ന് ചലോ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നതിൽ സീനിയറായിട്ടുള്ള ബാക്കി സെക്രട്ടേറിയറ്റ് മെമ്പർമാർ രംഗത്തുണ്ട്. ഒരു കാരണവശാലും എന്തൊക്കെ വന്നാലും വീണ ജോർജിന് സീറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല. വീണ ജോർജിന് വേണമെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് പോകാം. ഒരു കാരണവശാലും സീറ്റ് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചെമ്പട സഹാക്കൾ, ആറന്മുള ചെമ്പടയും പത്തനംതിട്ട ചെമ്പടയും ഗൗരവമായി രംഗത്ത് വന്നിരിക്കുന്നത്.